ഓടിക്കുന്ന സമയത്ത് റേഞ്ച് കൂടുതൽ കിട്ടാനായിട്ട് എന്തൊക്കെ ടിപ്സ് ഉണ്ടെന്ന് ഒരുപാട് പേര് നമ്മളോട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോൾ മനു ആണുള്ളത്. മനുവിന് ഈ കാര്യത്തിൽ എന്തൊക്കെയാണ് പറയാനുള്ളതെന്ന് നോക്കാം. വാഹനങ്ങൾക്ക് പരമാവധി റേഞ്ച് കിട്ടാൻ എങ്ങനെ ഓടിക്കണം എന്ന് ചോദിച്ചാൽ എൻ്റെ ധാരണയിലുള്ള ചില കാര്യങ്ങൾ പറയാൻ ശ്രമിക്കാം. ആദ്യമായി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം വന്നത്? സാധാരണയായി ഐസ് വാഹനങ്ങൾ ഒട്ടും എഫിഷ്യൻ്റ് അല്ല എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. എങ്കിലും ആരും ഇതുവരെ എഫിഷ്യൻസിയെക്കുറിച്ച് അധികം വേവലാതിപ്പെട്ട് കണ്ടിട്ടില്ല. കൂടുതൽ മൈലേജുള്ള വണ്ടികൾ എടുക്കണം എന്നല്ലാതെ അതിൽ പരമാവധി മൈലേജ് കിട്ടാൻ എന്ത് ചെയ്യണമെന്നും അധികം ആരും ആലോചിക്കുന്നതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അതിന് 3 കാരണങ്ങളാണ് എനിക്ക് തോന്നുന്നത്. ഒന്നാമതായി അത് ഉപയോഗിക്കുന്ന ഇന്ധനത്തിൻ്റെ എനർജി ഡെൻസിറ്റിയാണ്. പെട്രോളിനും ഡീസലിനും ഒക്കെ വളരെയധികം എനർജി ഡെൻസിറ്റി ഉണ്ട്. രണ്ടാമതായി ഇന്ധനം നിറയ്ക്കാനുള്ള സൗകര്യമാണ്. പെട്രോളും ഡീസലും ഒന്നും നിറയ്ക്കാൻ അധികം സമയമെടുക്കുന്നില്ല. പിന്നെ മൂന്നാമതായി അവൈലബിലിറ്റിയാണ്. എവിടെ നോക്കിയാലും പെട്രോൾ പമ്പുണ്ട്. കൂടാതെ ഫ്യൂൽ ഗേജിനെ നല്ലപോലെ വിശ്വസിക്കുകയും ചെയ്യാം. ഇതൊക്കെ കൊണ്ടാകാം ഇപ്പോൾ വാഹനം ഓടിക്കുന്നതിൽ കൂടുതലും എഫിഷ്യൻസിക്ക് വലിയ പ്രാധാന്യം കൊടുക്കാത്തതെന്ന് തോന്നുന്നു. ഞാൻ എക്കോസ്പോർട്ട് ഉപയോഗിച്ചിരുന്ന സമയത്ത് ഇന്ധനം ലാഭിക്കാനുള്ള ക്യാമ്പയിനൊക്കെ കണ്ടിരുന്നെങ്കിലും അതൊന്നും മൈലേജിൽ വലിയ വ്യത്യാസം ഉണ്ടാക്കുമെന്ന് കരുതിയിരുന്നില്ല. എന്നാൽ വാഹനം ഓടിക്കുന്ന രീതിക്ക് വണ്ടിയുടെ മൈലേജ് അല്ലെങ്കിൽ റേഞ്ചിൽ വളരെയധികം വ്യത്യാസം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് എനിക്കിപ്പോൾ മനസ്സിലാകുന്നു. സാമ്പത്തിക ലാഭം മാത്രമല്ല, ആരോഗ്യപരമായും ചെറിയ മെച്ചം കിട്ടും. ഒരേ വേഗതയിൽ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നതും ആക്സിലറേഷൻ കുറയ്ക്കുന്നതും ശരീരത്തിനും മനസ്സിനും ഒരു പരിധിവരെ നല്ലതാണ്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഇത് നമുക്ക് ചെറിയ രീതിയിൽ സമയനഷ്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമുക്ക് നമ്മുടെ യാത്രകളിൽ വരുത്താൻ സാധിക്കുന്ന മാറ്റങ്ങൾ ഞാൻ അവസാനം പറയാൻ ശ്രമിക്കാം. ഇനി കാര്യത്തിലേക്ക് വരാം. പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ആക്സിലറേറ്റർ പെഡലും കൂടാതെ പവർ ഗ്രാഫുമാണ്. നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ ആവശ്യത്തിന് മാത്രം ആക്സിലറേഷൻ ഉപയോഗിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള വേഗതയിലേക്ക് വളരെ കുറഞ്ഞ പവർ ബാർ മാത്രം ഉപയോഗിച്ച് എത്തുക. അതിനുശേഷം അതേ വേഗത നിലനിർത്തുമ്പോൾ പവർ ബാറിൽ ഒന്നും കാണിക്കാതിരിക്കാൻ ശ്രമിക്കുക. വളരെ നിരപ്പുള്ള റോഡാണെങ്കിൽ വളരെ ആക്സിലറേഷൻ കുറച്ച് ആവശ്യമായ വേഗതയിൽ എത്തിയ ശേഷം ക്രൂയിസ് എനേബിൾ ചെയ്യുക. കഴിവതും ക്രൂയിസ് റെസ്യൂം ഉപയോഗിക്കാതെ ഇരിക്കുന്നതാകും നല്ലത്. ഇനി അടുത്തതായി പറയാനുള്ളത് ബ്രേക്കിംഗ് രീതിയാണ്. ബ്രേക്ക് ചെയ്യുക എന്നത് എപ്പോഴും നഷ്ടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ കഴിവതും ബ്രേക്ക് ചെയ്യാനുള്ള സാഹചര്യം കുറയ്ക്കാൻ ശ്രമിക്കുക. സ്പീഡ് കുറയ്ക്കുന്നതും മുന്നിലെ വാഹനവുമായി ആവശ്യത്തിന് ഗ്യാപ്പ് ഇടുന്നതും ബ്രേക്ക് ചെയ്യുന്നത് കുറയ്ക്കാൻ സഹായിക്കും. ഹാർഡ് ബ്രേക്കിംഗ് പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. വാഹനം പൂർണ്ണമായും നിർത്തിയെടുക്കുന്നതിന് ബാറ്ററിയിൽ നിന്നും കൂടുതൽ ഊർജ്ജം ഉപയോഗിക്കും. അതിനാൽ വണ്ടി പൂർണ്ണമായും നിർത്തിയെടുക്കുന്നത് കഴിവതും ഒഴിവാക്കി വാഹനത്തിൻ്റെ വേഗത കുറച്ച് ആവശ്യം സാധിക്കാനൊക്കുമോ എന്ന് നോക്കുക. ട്രാഫിക് കൂടുന്നതനുസരിച്ച് ബ്രേക്കിങ്ങിൻ്റെ ഉപയോഗവും കൂടും. അതിനാൽ സ്വാഭാവികമായും റേഞ്ചും കുറയും. റീജനറേറ്റീവ് ബ്രേക്കിംഗ് ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ അതിൽ കുറച്ച് ഊർജം തിരിച്ച് ബാറ്ററി ചാർജ് ചെയ്യാൻ സഹായിക്കും. റീജനറേറ്റീവ് ബ്രേക്കിംഗ് സെലക്ഷൻ എപ്പോഴും കുറച്ചിടാനും ബ്രേക്ക് ചെയ്യേണ്ട ആവശ്യം വരുമ്പോൾ ചെറിയ രീതിയിൽ ബ്രേക്ക് പെഡൽ ചവിട്ടി പരമാവധി റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഉപയോഗിച്ച് വാഹനം നിർത്താൻ ശ്രമിക്കുക. മുമ്പ് വണ്ടി വാങ്ങുന്നതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇതിനെക്കുറിച്ച് വിശദമാക്കിയിട്ടുണ്ട്. ഇനിയും മനസ്സിലായിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് മാത്രം പിന്നീടൊരിക്കൽ സംസാരിക്കാം. ഇപ്പോൾ മനു പറഞ്ഞതുപോലെ റീജനറേറ്റീവ് ബ്രേക്കിങ്ങിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് ചെയ്യുന്നതായിരിക്കും. ഇതൊക്കെ കൂടാതെ വാഹനം എവിടെ ഓടിക്കുന്നു എന്നത് വളരെ പ്രധാനമാണ്. കയറ്റം ഉള്ള സ്ഥലങ്ങളിൽ വണ്ടി ഓടിക്കാൻ ഊർജം കൂടുതലെടുക്കും എന്നതുകൊണ്ട് തന്നെ റേഞ്ച് കുറവാകും. പിന്നെ കയറ്റം കയറുമ്പോൾ ആവശ്യത്തിൽ കൂടുതൽ വേഗത, ഓവർടേക്കിംഗ് തുടങ്ങിയവ ഒഴിവാക്കിയാൽ ഉള്ളതിൽ പരമാവധി റേഞ്ച് കിട്ടാൻ സാധിക്കേണ്ടതാണ്. പിന്നെ ഇറക്കം എന്ന് കേൾക്കുമ്പോൾ മാക്സിമം റീജൻ എന്ന് കരുതാതെ നിങ്ങൾക്ക് എത്ര സ്പീഡ് വരെ മാനേജ് ചെയ്യാൻ സാധിക്കുമോ അതനുസരിച്ച് റീജൻ മാറ്റി ഉപയോഗിക്കുക. ഇവയൊക്കെ ചെയ്യുമ്പോഴും നിങ്ങളുടെയും നിങ്ങളുടെ വാഹനത്തിൻ്റെയും
റോഡിലുള്ള മറ്റുള്ളവരുടെയും സുരക്ഷ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. AC പ്രവർത്തിക്കുന്നത് വാഹനത്തിൻ്റെ ഹൈ വോൾട്ടേജ് ബാറ്ററി വഴിയാണ്. അതുകൂടാതെ AC അത്യാവശ്യം പവർ എടുക്കുന്ന ഒരു ഘടകവുമാണ്. നമുക്ക് വേണ്ട തണുപ്പ് കിട്ടാൻ പാകത്തിന് AC സെറ്റ് ചെയ്യുക. അതായത് ACക്ക് വരുന്ന ലോഡ് പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കുക. കഴിവതും ഈക്കോൺ മോഡ് ഓണാക്കി ഇടുക. നല്ല വെയിലുള്ളപ്പോഴൊക്കെയാണ് വണ്ടി എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ആദ്യം എല്ലാ ഗ്ലാസും താത്തി ഉള്ളിലുള്ള ചൂട് പുറത്ത് കളയുക. അതിനുശേഷം AC ഓണാക്കിയാലും ചിലപ്പോൾ തണുപ്പ് കിട്ടിയെന്ന് വരില്ല. അങ്ങനെയുള്ളപ്പോൾ ഈക്കോൺ ഓഫ് ആക്കിയ ശേഷം ക്യാബിൻ തണുത്തു തുടങ്ങുമ്പോൾ ഈക്കോൺ ഓണാക്കി ഉപയോഗിക്കുക. പിന്നെ എപ്പോഴും AC ഉപയോഗിക്കുന്നവർ ചെറിയ ചെറിയ യാത്രകളാണ് ചെയ്യുന്നത് എങ്കിൽ അത് റേഞ്ചിനെ വലിയ രീതിയിൽ ബാധിക്കും. കഴിവതും കൂടുതൽ ദൂരം പോകാനുള്ള യാത്രകളിൽ ഇടയ്ക്കിടെ വാഹനം നിർത്തുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുക. ഓരോ തവണയും നിങ്ങൾ വാഹനം നിർത്തിയ ശേഷം കുറച്ച് കഴിഞ്ഞ് വന്ന് വാഹനം എടുക്കുമ്പോൾ ക്യാബിൻ മുഴുവൻ തണുപ്പിക്കാൻ ACക്ക് കൂടുതൽ ഊർജ്ജം ഉപയോഗിക്കേണ്ടി വരുന്നു എന്ന് മനസ്സിലാക്കുക. ഉള്ള തണുപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ അത്രയും ഊർജ്ജം വേണ്ടിവരില്ല. ടയർ പ്രഷർ വാഹനത്തിൻ്റെ റേഞ്ചിനെ ബാധിക്കുന്ന മറ്റൊരു പ്രധാന ഘടകമാണ്. ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ 2 ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വാഹനത്തിൻ്റെ ടയർ പ്രഷർ ചെക്ക് ചെയ്യുക. വാഹനത്തിൽ ഒരു ഡിജിറ്റൽ ടയർ ഇൻഫ്ലേറ്റർ വാങ്ങി വയ്ക്കുന്നത് വളരെ നല്ലതാണ്. സ്വന്തമായി ടയർ ഇൻഫ്ലേറ്റർ ഉണ്ടെങ്കിൽ രാവിലെ കോൾഡ് ടയർ പ്രഷർ തന്നെ ചെക്ക് ചെയ്യാനും സെറ്റ് ചെയ്യാനും സാധിക്കും. കൂടാതെ ചെറിയ പഞ്ചർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും തിരിച്ചറിയാൻ ഉപകരിക്കും. ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ വാഹനങ്ങളിലും TPMS ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ നമ്മൾ സ്വന്തമായി ഒരു ടയർ ഇൻഫ്ലേറ്റർ വാങ്ങേണ്ട ആവശ്യമുണ്ടോ? അതുപോലെ തന്നെ പല വണ്ടികളുടെ കൂട്ടത്തിലും അനലോഗ് ടയർ ഇൻഫ്ലേറ്റർ കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഡിജിറ്റൽ ടയർ ഇൻഫ്ലേറ്ററിൻ്റെ ആവശ്യമുണ്ടോ? ഇപ്പോഴുള്ള മിക്ക വാഹനങ്ങളിലും ഉള്ളത് ITPMS ആണ്. എല്ലാ ടയറിലും ഒരുപോലെ കാറ്റ് കുറഞ്ഞാൽ ഇത് അലേർട്ട് തരില്ല എന്നാണ് എൻ്റെ അറിവ്. ഉദാഹരണത്തിന് എല്ലാ ടയറും 32 PSI ആയി സെറ്റ് ചെയ്ത് വാഹനത്തിൽ എല്ലാ ടയറും 28 PSI ആയി കുറഞ്ഞാലും റിലേറ്റീവായി വ്യത്യാസമൊന്നും ഇല്ലാത്തതുകൊണ്ട് അലേർട്ട് കാണിക്കാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് ITPMS ഉണ്ട് എന്നതുകൊണ്ട് സ്ഥിരമായി ടയർ പ്രഷർ ചെക്ക് ചെയ്യാതെ ഇരിക്കരുത്. പിന്നെ സ്ഥിരമായി ഉപയോഗിക്കുമ്പോൾ അനലോഗ് ടയർ ഇൻഫ്ലേറ്റർ ഉപയോഗിച്ച് ഒരു നിശ്ചിത ടയർ പ്രഷർ എത്തിക്കാൻ കുറച്ച് പ്രയാസമായി തോന്നാം. എന്നാൽ ഡിജിറ്റൽ ടയർ ഇൻഫ്ലേറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രഷർ ഒരിക്കൽ സെറ്റ് ചെയ്ത് വെച്ചാൽ പിന്നീട് ഓണാക്കി കൊടുത്താൽ മാത്രം മതിയാകും. പിന്നെ ഒരു കാര്യം കൂടെ, നിങ്ങൾക്ക് വളരെ ശ്രദ്ധയോടെ ആക്സിലറേറ്റർ പെഡൽ ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ സ്പോർട്സ് മോഡ് ഒരു 2-3 ദിവസം തുടർച്ചയായി ഉപയോഗിച്ച് നോക്കുക. എനിക്കുൾപ്പെടെ പലർക്കും സ്പോർട്സ് മോഡിൽ വളരെ നിയന്ത്രിതമായ ആക്സിലറേറ്റർ ഉപയോഗം കൊണ്ട് മെച്ചപ്പെട്ട റേഞ്ച് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ട്രാഫിക്കുള്ള സ്ഥലം ആണെങ്കിലും അതല്ല വാഹനം പൂർണ്ണമായി നിർത്തിയെടുക്കേണ്ട ആവശ്യം ഇടയ്ക്കിടയ്ക്ക് വരുന്ന സ്ഥലമാണെങ്കിലും സ്പോർട്സ് മോഡ് ഉപകാരപ്പെട്ടു എന്ന് വരില്ല. NHലുള്ള പണികൾ കാരണം ഇപ്പോൾ കുറേ നാളായി ഞാൻ വീണ്ടും ഡ്രൈവ് മോഡിലേക്ക് മാറിയിരിക്കുകയാണ്. ഇതുവരെ ഞാൻ പറഞ്ഞത് നല്ല റേഞ്ച് കിട്ടാനായി വാഹനത്തിൽ എന്ത് ചെയ്യണം അല്ലെങ്കിൽ വാഹനം എങ്ങനെ ഉപയോഗിക്കണം എന്നാണ്. ഇനി നല്ല റേഞ്ച് കിട്ടാൻ വാഹനം ഉപയോഗിക്കുന്നവർക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് കൂടെ പറയാം. ഇത് EV ഉപയോഗിക്കുന്നവർക്കും ICE വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർക്കും ഒരുപോലെ ഉപയോഗപ്രദമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കഴിവതും നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് 10-15 മിനിറ്റ് മുമ്പ് തന്നെ ഇറങ്ങാൻ നോക്കുക. കഴിവതും നിങ്ങളുടെ യാത്രകൾ പുലർച്ചെ തന്നെ പ്ലാൻ ചെയ്യുക, അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ് വൈകുന്നേരത്തെ തിരക്കിന് മുമ്പ് തീരുന്ന രീതിയിൽ പ്ലാൻ ചെയ്യുക. രാത്രി ഓടിക്കാൻ ബുദ്ധിമുട്ടില്ല എങ്കിൽ 10-11 മണി വരെ യാത്ര തീരുന്ന രീതിയിലും പ്ലാൻ ചെയ്യാം. ഇവ ഒരു പരിധിവരെ ട്രാഫിക്ക് കുറയ്ക്കാനും നിങ്ങളുടെ ഡ്രൈവിംഗ് ആയാസം കുറയ്ക്കാനും നിങ്ങളുടെ വണ്ടിയുടെ മൈലേജ് റേഞ്ച് കൂട്ടാനും സഹായിക്കും. നിങ്ങൾ ദിവസവും ഓഫീസിലേക്ക് പോകുമ്പോൾ ട്രാഫിക് പ്രശ്നം അലട്ടുന്നുവെങ്കിൽ ഒരു 15 മിനിറ്റ് നേരത്തെ ഇറങ്ങാൻ നോക്കുക. കഴിവതും മുന്നിലെ വാഹനവുമായി ഗ്യാപ്പിട്ട് ഓടിച്ചാൽ മുന്നിലെ വാഹനം നിർത്തിയാലും നമ്മുടെ വാഹനം പൂർണ്ണമായി നിർത്താതെ വേഗത കുറച്ച് മുന്നിലെ വാഹനം എടുത്തു പോകുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ പോകാൻ സാധിച്ചേക്കാം. ഐസ് വാഹനങ്ങളാണെങ്കിൽ കഴിവതും കൂടിയ ഗിയറുകളിൽ ഒരു ആവറേജ് RPMൽ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് ഓടിക്കുന്നതാകും ഏറ്റവും എഫിഷ്യൻറ്റ്. പിന്നെ ഇങ്ങനെയൊക്കെ ഓടിക്കുമ്പോൾ കഴിവതും ഇടതുവശം ചേർന്ന് വണ്ടി ഓടിക്കാൻ ശ്രമിക്കുക. എന്തുകൊണ്ടാണെന്ന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ.
ഇനി വണ്ടിയുടെ റേഞ്ച് എങ്ങനെയാണ് നോക്കേണ്ടത് എന്നുകൂടി പറഞ്ഞു നിർത്താം. നമ്മുടെ ഐസ് വാഹനങ്ങളാണെങ്കിൽ ഇന്ധനം നിറച്ച ശേഷം എത്ര ഓടി എന്ന് നോക്കാം. എന്നാൽ EVകളിൽ ഇതിന് ചെറിയൊരു മാറ്റമുണ്ട്. ആദ്യം വാഹനം 100% ഏതെങ്കിലും ഒരു ട്രിപ്പ് മീറ്റർ റീസെറ്റ് ചെയ്ത് 0 ആക്കുക. അതിനുശേഷം വാഹനം ഓടിച്ച് 50% മുകളിൽ ഡ്രെയിൻ ചെയ്യുക. അതായത് 100%ൽ വണ്ടി എടുത്താൽ ഒരു 30-40% ബാക്കി കാണിക്കുന്നത് വരെ ഓടിക്കുക. ഇനി ട്രിപ്പ് മീറ്ററിൽ കാണുന്ന ദൂരം ബൈ എത്ര ശതമാനം എടുത്തു എന്ന് ഹരിച്ച് നോക്കുക. ഇപ്പോൾ കിട്ടുന്നത് 1% ബാറ്ററി കൊണ്ട് ഓടുന്ന ദൂരമാണ്. 100 കൊണ്ട് ഗുണിച്ചാൽ അല്ലെങ്കിൽ 0.2 സ്ഥാനം മാറ്റിയിട്ടാൽ ഫുൾ ചാർജിൽ ഓടാൻ സാധിക്കുന്ന ദൂരമായി. എന്നാൽ ഇത് കണ്ട് ഇത്രയും ദൂരം ഈ വാഹനത്തിൽ സഞ്ചരിക്കാമെന്ന് കരുതരുത്. വാഹനം പൂർണ്ണമായും ഡിസ്ചാർജ് ചെയ്യാതെ ഒരു 20% എങ്കിലും ബാക്കിയുള്ളപ്പോൾ ചാർജ് ചെയ്യാൻ നോക്കുക. അപ്പോൾ തന്നെ 20% പോയി കിട്ടും. പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഇപ്പോൾ ഓടിയ രീതിയിൽ ഓടാൻ സാധിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇത്രയും റേഞ്ച് കിട്ടുകയുള്ളൂ. നിങ്ങൾ പോകുന്ന സ്ഥലം കുറച്ചുകൂടെ കയറ്റമൊക്കെ ആണെങ്കിലും കൂടുതൽ ട്രാഫിക് ഉള്ളതാണെങ്കിലും ഇത്രയും റേഞ്ച് കിട്ടണം എന്നില്ല. വാഹനത്തിന് പരമാവധി കിട്ടുന്ന റേഞ്ച് അറിയാൻ കഴിവതും ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോയി വരുന്നതാണ് നല്ലത്. ഒരു വശത്തേക്ക് മാത്രം പോയി നോക്കിയാൽ ചിലപ്പോൾ കയറ്റത്തിൻ്റെയോ അല്ലെങ്കിൽ ഇറക്കത്തിൻ്റെയോ സാന്നിധ്യം കാരണം നിങ്ങൾക്ക് കിട്ടുന്ന റീഡിംഗ് തെറ്റാകാൻ സാധ്യതയുണ്ട്. അതായത് 100%ന് യാത്ര തുടങ്ങിയാൽ ഏതാണ്ട് 60-65% ബാക്കിയുള്ള സ്ഥലത്തോടടുപ്പിച്ച് നിർത്തിയ ശേഷം തിരിച്ചു വരിക, അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു സ്ഥലം പ്ലാൻ ചെയ്യുക. അതുകൂടാതെ പോകുന്ന വഴിക്ക് അധികം നിർത്താതിരിക്കുന്നതും നല്ലതാണ്. പലരും ചെയ്യുന്നത് പോലെ ദയവായി ഒരിക്കലും ട്രിപ്പ് മീറ്ററിൽ കാണുന്ന കിലോമീറ്ററിൻ്റെ കൂടെ DTയിൽ കാണിക്കുന്ന കിലോമീറ്ററൂടെ കൂട്ടി എത്ര ദൂരം വണ്ടിക്ക് കിട്ടുന്നു എന്നുള്ളത് കണക്കാക്കാതെ ഇരിക്കുക. അത് ശരിയായൊരു മെത്തേഡാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അധികമാരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമുണ്ട്. പല വാഹനങ്ങളിലെയും ഓഡോമീറ്റർ തെറ്റായിരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ 100 കിലോമീറ്റർ ഓടുമ്പോൾ 110 കിലോമീറ്റർ എന്നോ അല്ലെങ്കിൽ 90 കിലോമീറ്റർ എന്നോ ട്രിപ്പ് മീറ്ററിൽ അല്ലെങ്കിൽ ഓഡോമീറ്ററിൽ കാണിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ വാഹനങ്ങൾ അങ്ങനെയുള്ള തെറ്റുണ്ടെങ്കിൽ ഏതെങ്കിലും GPS ട്രാക്കർ വെച്ച് ക്രോസ് ചെയ്ത് നോക്കാൻ ഒക്കുന്നതാണ്. 250 കിലോമീറ്റർ ഓടുമ്പോൾ ചിലപ്പോൾ മീറ്ററിൽ 275 കിലോമീറ്ററോ അല്ലെങ്കിൽ 225 കിലോമീറ്ററോ ഒക്കെ കാണാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് വളരെ കൂടുതൽ റേഞ്ച് കിട്ടി അല്ലെങ്കിൽ വളരെ കുറവ് റേഞ്ച് കിട്ടി എന്ന് മറ്റുള്ളവരോട് പറയുന്നതിന് മുമ്പ് ഇതൊക്കെ കൂടെ നോക്കുന്നത് നല്ലതാണ്. ഞാനിപ്പോൾ പറയുന്നതെല്ലാം എൻ്റെ ധാരണയിലുള്ള കാര്യങ്ങളാണ്. അതിലെന്തെങ്കിലും തിരുത്തലുണ്ടായാൽ ഞാനതിൻ്റെ ആർട്ടിക്കിളിൽ മാറ്റം വരുത്തുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് EV യൂസ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ റേഞ്ച് കിട്ടാനുള്ള ടിപ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള EV റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന രീതിയിൽ നമ്മൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ EV റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഫ്രം EV ട്രിപ്സ് ആൻഡ് ടിപ്സ്.